ഗൈസേ 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 എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നെവിൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നെവിൻ എവിടെയാണ് പിഴച്ചത്? നെവിനെ എല്ലാവരും ഇങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ അവനെ പുറത്താക്കണം, സൈക്യാട്രിസ്റ്റിനെ കാണണം, അങ്ങനെ അങ്ങനെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, നമ്മൾ ഒരു സൈഡിൽ തീ ഇങ്ങോട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താണ്? തീ കത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കെടുത്താനും പറ്റൂല. അതിൻ്റെ ഇടയിൽ ഇപ്പുറത്തും ആൾക്കാരെ അലറി വിളിച്ചിട്ട് സംഭവങ്ങൾ ചെയ്യുന്നു. ആരാണ് തീ വെച്ചത്? അവൻ ആക്രമിക്കാൻ നോക്കുന്നു. അതേപോലെ തന്നെ അവൻ ചുമ്മാ പോയിട്ട് തീ വെച്ചതാണോ? അതിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും അവനെ പ്രൊവോക്ക് ചെയ്താണോ? അല്ലെങ്കിൽ തന്നെ അവൻ, എനിക്കറിയില്ല കേസ്. ഇത് സംഭവം എന്താ വെച്ചാൽ, എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ പറയുക കേസ്, ഞാൻ നെവിനിൽ നിന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ പാനിക് അറ്റാക്ക് പോലെയൊക്കെ തോന്നുന്നു ചില സമയത്ത്. അതായത് എന്തത്, നമ്മൾ കുറച്ച് സമയം ഗ്യാപ്പ് ഇട്ടിട്ട് ലൈവ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്, എന്തൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിലൊക്കെ എമ്മാതിരി കമൻറ്റുകളും അതേപോലെ എമ്മാതിരി രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നെവിൻ്റെ വിഷയത്തിൽ ആളുകളിൽ നിന്ന് വരുന്നത് ഗൈസ്. നെവിനെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ നിറഞ്ഞിക്കണ പോലെ ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് നെവിനാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഇന്നലത്തെ അതോടുകൂടി അത് തീർന്നു എന്ന് വിചാരിച്ചു. അല്ല, പിന്നെ ഷാനവാസായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ടിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിൻ്റെ ഈഗോ ഹേർട്ടായിരുന്നു കേട്ടോ, അതിലൊരു സംശയമില്ല. നെവിൻ്റെ ഈഗോ ഹേർട്ടായിരുന്നു. ഞാൻ ഈ ആഴ്ചയിലെ എല്ലാ വോട്ടും കൊടുത്തത് നെവിനാണ്. അപ്പോൾ ആ ഒരു സംഗതി വെച്ച് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു ഗൈസ്. ഇങ്ങനെ തീരെ പ്രതീക്ഷിച്ചില്ല. നെവിൻ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നെവിൻ അവസാനം കൊണ്ടുപോയിട്ട് എല്ലാം കൊളാക്കാനുള്ള പരിപാടിയാണോ? നെവിൻ ബിഗ് ബോസിൽ ഒരു ഗെയിമറായിട്ടല്ലേ അവിടെ നിൽക്കുന്നത്. ക്യാപ്റ്റൻസിയുടെ കിട്ടിയപ്പോൾ അവൻ്റെ മൊത്തം എന്താണ് മാറിയോ? അതോ ചില ആളുകൾക്കുണ്ട് ഗൈസ്, എനിക്കിതിൽ ഏറ്റവും വലിയ വിഷമം എന്താ അറിയോ, ചില ആളുകൾക്ക് വളരെ നിഷ്കളങ്കമായിട്ട് ഫണ്ണിയായിട്ടൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു മൃഗം പോലെയുള്ള ഒരു സംഗതി ഉണ്ടായിരിക്കും. ഇത് അവർക്കൊരു പവർ കിട്ടുന്ന സമയത്ത് ഇത് മൊത്തം തൊടലും പൊട്ടിച്ച് പുറത്ത് ചാടുക എന്നൊരു സംഭവമില്ല. അതാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് പേടിയുണ്ട് ഗൈസ്. എന്ന് കരുതിയിട്ട് അവൻ എല്ലാവർക്കും എതിരെ എല്ലാവരെയും അവിടെ എന്താ പറയുക, മൊത്തത്തിൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്ന അങ്ങനെ ഒന്നല്ല കേട്ടോ. അതൊന്നല്ല എൻ്റെ പോയിൻ്റ്. എൻ്റെ പോയിൻ്റ് സത്യം പറഞ്ഞാൽ വിഷമമാണ്. ഞാൻ വിഷമം വെച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. നെവിൻ്റെ കാര്യത്തിൽ നെവിൻ ഔട്ടാകുമോ എന്നുള്ള പേടിയുണ്ട് ഗൈസ്. ആ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നെവിനെക്കുറിച്ച്, അനുമോളെക്കുറിച്ചും അനീഷിനെക്കുറിച്ചും ഇവരൊക്കെ പൊക്കി വിട്ടുകൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നെവിൻ്റെ PR എന്ന് പറഞ്ഞ് നടക്കണ്ട, സംഭവം ഇതാളൂ. നെവിനിൽ നിന്ന് ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല. നെവിൻ വളരെ ഫണ്ണി ആയിട്ട് ഫാമിലി ഓഡിയൻസിന് വളരെ രസകരമായ രീതിയിൽ ബിഗ് ബോസ് എപ്പിസോഡുകൾ ലൈവൊക്കെ ആസ്വദിക്കാനുള്ള ഒരു കണ്ടൻറ്റ് അവൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നെവിന് ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് ഇല്ല എന്നൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ വാത്തോരാതെ സംസാരിച്ചിട്ടുണ്ട് കേസ്. എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്കിതൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് എന്താല്ലേ, ആ കണ്ടസ്റ്റൻസ് എന്താ ചെയ്തുകൊണ്ടിരിക്കണം? അവർക്ക് നെവിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? എനിക്കതാ മനസ്സിലാവാത്തത്. അതോ നെവിൻ അവിടെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടല്ലോ, അവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പബ്ലിക്കായിട്ട്. അതായത് എനിക്കിവിടെ ആരോടും കമ്പനി ഇല്ല, ഞാൻ എല്ലാവരും ഗെയിമേഴ്സായിട്ടൊക്കെ കരുതുന്നത്, ഞാൻ അക്ബറിനെ മാത്രമാണ് കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്ന എന്നൊരു സംഗതി. അതുകൊണ്ടായിരിക്കും ബാക്കിയുള്ളവരൊന്നും ഇടപെടാണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന അനീഷ് എല്ലാവരോടും ഉപദേശമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. അതോ അവൻ്റെ ഉപദേശത്തിലൊന്നും ഇവിടെ നിന്നില്ലേ? അതോ നെവിനൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ഗൈസേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ചില ആളുകൾക്ക് ഇമോഷണലി വളരെ ഡ്രൈ ആവുന്ന സമയത്ത് അവരെ ജെൻഡറിനെ, സെക്ഷുവാലിറ്റീനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അനുമോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ അവിടെ ഇട്ടടിച്ചിട്ടുണ്ട്. നീ ആണാണെങ്കിൽ അങ്ങനെ ചെയ്യണം, ആണാണെങ്കിൽ അത് ചെയ്യണം, ആണുങ്ങളെ പോലെ പെരുമാറാന്നൊക്കെ. അതിലെ പൂടി എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വളരെ വേറൊരു രീതിയിലുള്ള ഒരു സംഗതിയാണ് കേസ്. അവൻ ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് കരുതി നെവിൻ. പക്ഷേ നെവിൻ എത്ര ട്രോമയിൽക്കൂടെ പോയോണ്ടിരിക്കണ്ടാവൂലേ? നെവിൻ്റെ യൂട്യൂബ് ചാനൽ, നെവിൻ്റെ എന്നല്ല, അഭിഷേകിൻ്റെ യൂട്യൂബ് ചാനലിൽ നെവിൻ ചെയ്തിട്ടുള്ള കുറേ ഷോർട്ട് വീഡിയോസ് ഉണ്ട് കേസേ. അത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. സാരി കൊടുത്തിട്ടും ഫെമിനിനായ ഒരു ടച്ച് വെച്ചിട്ടും അങ്ങനെ കുറേ വീഡിയോസ് അവൻ ചെയ്തിട്ടുണ്ട്, റീൽസൊക്കെ. അപ്പോൾ അവനിത് പുറത്തിങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെയുള്ള സംഗതികൾ കേട്ടുകൊണ്ടിരുന്നിട്ട് അവനിങ്ങനെ എല്ലാവരും എന്താ പറയുക കളിയാക്കി, കുറ്റപ്പെടുത്തി ഭയങ്കരമായിട്ട് ട്രോമയെ കൂടെ കടത്തി വിടുകയും വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയൊക്കെ വന്നുകൊണ്ട് അതുകൊണ്ടായിരിക്കുമോ അവനങ്ങനെ ഒരാളോട് ഇമോഷണലി കണക്റ്റ് ആവാൻ ആ ബിഗ് ബോസ് ഹൗസിൽ ആളില്ലാത്തതുകൊണ്ടായിരിക്കുമോ ഗൈസേ? കെയർ കിട്ടാത്തതുകൊണ്ടായിരിക്കുമോ? നെവിൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഗൈസ്. അതാണ് സംഭവം. ആ പ്രതീക്ഷയെ മൊത്തം തകിടം മറിച്ചുകൊണ്ടാണ് ശരിക്കും അവിടെ എന്താ പറയുക, ഈ കനലിങ്ങനെ ഇരിയുക എന്നൊക്കെ ഒരു സംഗതിയില്ലേ ഗൈസ്? അതപ്പോൾ വേണമെങ്കിൽ ആളിക്കത്തും അത്. പിന്നെ ഇത് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ വേറൊരു കുറച്ചും ഒരു റീല് കണ്ടതാണ്. ആ റീലിൽ എൻ്റെ കുറച്ച് ആശയങ്ങൾ കൂടിയും ചേർത്തിട്ട് ആ ഒരു കണ്ടൻറ്റ് ആ ഈ കണ്ടൻറ്റിലേക്ക് ചേർക്കാമെന്ന് വിചാരിക്കണം കേസ്. ഇവിടെ പറയുന്ന സംഗതിയുണ്ട്. അതായത്
അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പെണ്ണുങ്ങൾ മറ്റുള്ളവരെ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കലുണ്ടോയെന്ന്. ഇനി ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ വിചാരിക്കേണ്ട, ആണെന്ന ലെവലിൽ പെണ്ണ് എന്ന് പറഞ്ഞു, യുവതി സ്ത്രീ പെൺകുട്ടി ആ ലെവലിലാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരാണാണ് വിചാരിക്കുക, അതായത് ഇമോഷണലി കണക്റ്റഡ് ആണ് ആണായിട്ട്. പക്ഷെ അതേ സമയത്ത് സെക്ഷുവലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലി ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കുറയും. അത് ഫിസിക്കൽ കണ്ടൻമെൻറ്റിനെ കുറയ്ക്കുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ആ റീലിൽ പറഞ്ഞൊരു സംഗതി ഇതാണ്. അപ്പോൾ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ റിലേഷൻസ്, അതായത് ഇമോഷണലി കണക്റ്റഡ് ആയ ഒരാൾ നിൽക്കുമ്പോൾ തന്നെ ഫിസിക്കലി എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് വേറൊരാളുടെ ഇതിലേക്ക് ഫിസിക്കലി പോകുന്ന ഒരു സംഗതി. ഈ ലവ് മാരേജിലാണ് എക്സ്ട്രാ മറിറ്റൽ റിലേഷൻഷിപ്പുകൾ കൂടുതലെന്ന് എവിടെ ഒരു, അല്ലെങ്കിൽ ഡിവോഴ്സ് റേറ്റ് കൂടുതലെന്ന് ഞാൻ എവിടെ ഒരു പഠനത്തിൻ്റെ ഇത് ഞാൻ ഇതിനിടയ്ക്ക് എവിടെ കണ്ടു വായിക്കാനിടയായി ഗൈസേ. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നതിനൊരു കൃത്യമായ കാരണമുണ്ട് കേട്ടോ, ആ പോയിന്റിലേക്ക് വരാം. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ആണുങ്ങൾ പൊതുവേ എന്താ വെച്ചാൽ അവരൊരു ഇമോഷണൽ സൈഡ് കാണിക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടമല്ല അത്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നീ എന്താ പെണ്ണുങ്ങളെ പോലെ പെരുമാറുന്നത്, നീ ആണിനെ പോലെ പെരുമാറുക എന്നുള്ള ഇതിലൊരു പ്രഷർ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരിക്കും, എന്താ ഇവൻ പെണ്ണിനെ പോലെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. നമ്മളൊരു ഡ്രസ്സിനെ കുറിച്ച്, ആ ഡ്രസ്സ് നന്നായിട്ടുണ്ടല്ലോ പറഞ്ഞു വരിക, നീ എന്താ പെണ്ണിനെ പോലെ എന്ന് പലരും പറയലുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളൊരു പൂവിനെ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കുക വിചാരിക്കും, അപ്പോൾ പറയും നീ എന്താ പെണ്ണിനെ പോലെ എന്നൊക്കെ. അതേപോലെ തന്നെ കുറച്ച് ഫെമിനിനായ രീതിയിൽ നടത്തുള്ള ആളുകൾ അപ്പോൾ നീ എത്ര ആണിനെ പോലെ പെരുമാറത്തുന്നൊരു സംഗതി, നീ ഒരു ആണാണോടാ എന്നൊക്കെ ചോദിക്കൂലേ പലപ്പോഴും. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തിലാണ് ഗൈസ് നെവിൻ ജീവിക്കുന്നത്. നെവിനല്ല, നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ നെവിൻ എത്രത്തോളം ട്രൊമാറ്റിക്കായ എക്സ്പീരിയൻസിലൂടെ പോയോണ്ടിരിക്കുന്നുണ്ടാവും. ഇതൊക്കെ അവൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരിക്കുമോ സാധനം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റിനെ കൺഫെഷൻ റൂമിലേക്ക് അവനെ കൊണ്ടുപോയിട്ട് ഒരു സൈക്കോളജിസ്റ്റിനെ അവനെ പ്രൊവൈഡ് ചെയ്യേണ്ട ടൈം ആയി എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഒരു കൗൺസിലിംഗ് സെഷൻ നെവിൻ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ അനുമോളെ നെവിൻ അത് ചെയ്തു, ഷാനവാസിനെ അത് ചെയ്തു, ഇനി വേറൊരാളെ അങ്ങനെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണോ ബിഗ് ബോസ്? ബിഗ് ബോസ് അവിടെ ഇടപെടുകയല്ലേ ചെയ്യേണ്ടത് അല്ലേ? ഇത് ബിഗ് ബോസ് ഗെയിം എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ജീവിതം വെച്ചിട്ടാണ് കളിക്കണത്. അതിപ്പോൾ അനുമോളുടെ ജീവിതമോ ഷാനവാസിൻ്റെ ജീവിതമോ അങ്ങനെയല്ല. അപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞല്ലോ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളുടെ ജീവിതം വെച്ചിട്ടല്ല ഈ കളി കളിക്കേണ്ടത്, ബിഗ് ബോസ് കണ്ടൻറ്റ് ഉണ്ടാക്കേണ്ടത്. ബിഗ് ബോസ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ മെഡിക്കൽ കെയർ അവിടെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇമോഷണൽ കെയറും മെൻ്റൽ കെയറും അതുപോലെ മെഡിക്കൽ കെയറും ഫിസിക്കൽ കെയറും ഒക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിൽ ഫിസിക്കൽ കെയർ പറഞ്ഞ് വേറെ രീതിയിൽ കൊടുക്കേണ്ട. അവിടെ ചെറിയ അവിടെ പറയുന്നില്ലേ, ഇപ്പോൾ അനീഷൊക്കെ സാബുമാൻ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുക്കില്ലേ, മുട്ട് ഇങ്ങനെ തിരിക്കുന്നതും ഇങ്ങനെ വാമപ്പ് ഈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. രാവിലെ എണീറ്റ് പാട്ട് വെച്ച് കൊടുക്കണം. എന്തിനാണ്? ഇപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതൊരു ഫിസിക്കലായിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റും അവർക്ക് ഫിസിക്കലി ആക്റ്റീവ് ആകാൻ വേണ്ടി മെൻ്റലി ഒന്ന് ഉത്തേജിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, ഇമോഷണൽ കെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണതൊക്കെ അല്ലേ. അപ്പം നെവിന് എന്തുകൊണ്ട് അവരൊരു കൗൺസിലിംഗ് ഇപ്പോൾ കൊടുക്കണില്ല അർജൻറ്റായിട്ട്? അല്ലെങ്കിൽ നെവിൻ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവനൊന്ന് പൊട്ടിക്കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ അവന് പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ട്ലെറ്റ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് അവൻ്റെ ആ എനർജീനെ, നെഗറ്റീവ് എനർജീനെ, അവൻ ഹേർട്ടായി എന്ന് പറഞ്ഞില്ലേ, ഈഗോ ഹേർട്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇമോഷണലി ഹേർട്ടായിട്ടുണ്ടാവും, ഈഗോ ഹേർട്ടായിട്ടുണ്ടായിരിക്കും. അവൻ്റെ സ്വത്വത്തെ ബോധത്തെ മൊത്തം എന്താ പറയുക കീറിപ്പറിക്കുന്ന രീതിയിലൊരു വേദനയായിരിക്കും അനുഭവിക്കേണ്ടാവും. ഇത് പുറത്ത് വരുന്ന ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. അവനൊന്നും ഒരാൾ ചേർത്ത് പിടിച്ച് ഒരുപക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരിക്കും, കെട്ടിപ്പിടിച്ച് ചിലപ്പോൾ ശരിയാവുണ്ടായിരിക്കും, അവനൊന്ന് പൊട്ടിക്കരഞ്ഞ ശരിയാവുണ്ടായിരിക്കും. അവർ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് അല്ലേ, കപ്പ് കിട്ടൂല്ലേ എന്നല്ല ഗൈസ്, നോമിനേഷനിൽ വന്ന എവിക്റ്റഡ് ആയോ എന്നല്ല ഇവിടുത്തെ സംഭവം. ഞാൻ പറയുന്നത് ഒരു മനുഷ്യജീവിയാണ്. അവിടെയുള്ള അത്രയും കണ്ടസ്റ്റൻസ് എല്ലാം മനുഷ്യജീവികളാണ്. അപ്പോൾ അവർക്ക് ഇമോഷണലി ഒരു ആവശ്യം വരുന്ന സമയത്ത് ബിഗ് ബോസ് കൂടെ നിൽക്കണ്ടേ? അല്ലാണ്ട് അവർ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുക. എന്തുകൊണ്ട് അവനെ വാൺ ചെയ്തില്ല ബിഗ് ബോസ് തുടക്കത്തിൽ ആ വെള്ളം ഒഴിച്ചപ്പോൾ? എന്നിട്ട് അവൻ അവസാനം എന്താ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തിയിട്ട് ഷാനവാസായിട്ടുള്ള ഫിസിക്കൽ അസോൾട്ട് പോലുള്ള ആ ഒരു സംഗതി അതുവരെ വെയിറ്റ് ചെയ്ത് ബിഗ് ബോസ് മരയോളെയാണുള്ള കാര്യം പറയില്ല കേസേ. ബിഗ് ബോസിന് കണ്ടൻറ്റ് മതി, ആളുകളുടെ ജീവിതം വെച്ചുള്ള കണ്ടൻറ്റ്. ഇതുകൊണ്ടാണ് ബിഗ് ബോസിനെ പല ആളുകളും എതിർക്കുന്നത്. ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഷോ ആണെന്നൊക്കെ. എന്താ ചെയ്യണത് കേസേ? എൻ്റെ ഒരു പോയിൻ്റ് ഇതാണ് കേസേ. അടിയന്തരമായിട്ട് വളരെ അർജൻറ്റായിട്ട് അവനൊരു കൗൺസിലിംഗ് അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ അവന് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണം, ഒരാളവനെ ചേർത്ത് പിടിക്കണം. ബിഗ് ബോസ് അതിന് മുൻകൈ എടുക്കണം. ഇല്ലെങ്കിൽ ഒരാളുടെ ജീവിതമാണ്. അവൻ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അവിടെ ഇപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഒരാളെ തല്ലുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസ്ഥ അലച്ചിക്ക്, അല്ലെങ്കിൽ അവൻ സ്വയം സെൽഫ് ഹാം ചെയ്തു വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്ത് സ്വയം മണ്ടക്കടിക്കുക, കത്തിയെടുത്ത് കുത്തുക, ഇതൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ചെയ്യൂലായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോകുന്ന കണ്ടപ്പോൾ ഒരാൾ ഇമോഷണലി ഹേർട്ടാകുമ്പോഴേ അവൻ്റെ സ്വത്തുബോധത്തെ തന്നെ കീറി പറിക്കുന്ന രീതിയിലാണ് അവസ്ഥ എന്ന് തോന്നുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയില്ല. മനുഷ്യരല്ലേ, അവരൊരു പ്രഷർ കുക്കർ പോലുള്ള ഒരു അവസ്ഥയിലാണ് അവരവിടെ ജീവിക്കുന്നത് അല്ലേ? ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഓരോ മണിക്കൂറും വിലപ്പെട്ടാണ് കേസ്. എനിക്ക് അങ്ങനെയാണ് ഇവിടെ പറയാനുള്ളത്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ക്രൂ
ഇതിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ മൊത്തം ഒരാളുടെ ലൈഫാണ് ഗൈസ്. അവൻ പുറത്ത് വരുമ്പോൾ എത്ര ഹെയ്ട്രഡ് അവൻ നേരിടും. അവന് മാത്രമല്ല ആരായാലും. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ജാസ്മിനെതിരെ എന്തൊക്കെ പുറത്ത് സംഭവിച്ചുകൊണ്ടിരുന്നതാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഇവളുടെ കാര്യത്തിൽ അറിയണതാണ് മസ്താനിയുടെ കാര്യത്തിൽ തന്നെ പുറത്തിറങ്ങിയപ്പോൾ എത്ര ഹെയ്റ്റാണ് അവൾക്കെതിരെ ഉണ്ടായിരുന്നത്. അവൾ കുറേ പോസ്റ്റും സ്റ്റോറീസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്താനി കമൻറ്റ് ചെയ്തായിരുന്നു അതിൻ്റെ താഴെ വന്നിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്. മസ്താനി എത്ര ട്രോമയിൽ അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക അരക്ഷിതാവസ്ഥയിൽ കൂടെ പോയോണ്ടിരുന്നതാണ്. അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇട്ട് അവൻ എവിക്റ്റഡായി പോയി വിചാരിക്കുക, അവനെ പുറത്താക്കി വിചാരിക്കുക. നിങ്ങൾ ആ സീനൊന്നും ആലോചിക്കും. പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, എത്ര ഹെയ്റ്റ് വരുന്നുണ്ടായിരിക്കും. അവന് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുമോ? എത്ര ആൾക്കാരെ അവനെ വേട്ടയാടും. അതവൻ്റെ ലൈഫിനെ ബാധിക്കൂലേ? അപ്പോൾ എത്ര കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ്. നെവിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ലൈഫ്, ഫ്യൂച്ചർ, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഗൈസ്? അല്ലേ? നമ്മൾ മഞ്ചിപ്പറ്റി പറഞ്ഞ സാധനമല്ലേ ഇതതിൽ വേണ്ടേ? എവിടെ എമ്പത്തി ഉള്ളത്? ഒരാളൊരു വയലൻസ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുമ്പോൾ അതിനെ തുടക്കത്തിൽ എതിർക്കാത്ത എന്തുകൊണ്ടാണ് ബിഗ് ബോസ്? അവിടെ ഇപ്പോൾ അനുമോളായിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, സാബുമാൻ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, നെവിൻ ആയിക്കോട്ടെ, ആര്യൻ, അക്ബർ, ആരൊക്കെ അവിടെ ഉള്ളത്? എല്ലാവരെയും കാര്യം പറയുന്നത്. എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും സേഫാക്കി വെക്കേണ്ടതും അവരെ കംഫർട്ടബിൾ ആക്കി വെക്കേണ്ടതും ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ബിഗ് ബോസ് ക്രൂവിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അതോ കണ്ടന്റിന് വേണ്ടിയിട്ട് അവരെ അവിടെ കൊണ്ട് വെറുപ്പിക്കുക എന്നുള്ള സംഗതിയാണോ? അതിപ്പോൾ ആദിലെ നൂറെ ആരായാലും ഞാൻ തുറക്കിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദിലേനും നൂറേനും തമ്മിലെടുപ്പിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്ന്. ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ആദിലേനും നൂറേനും തമ്മിലുള്ള കച്ചറയ്ക്ക് ഒരു പക്ഷേ അവിടെ സാധ്യത ഉണ്ട് ഗൈസ്. ബിഗ് ബോസിന് വേണ്ടത് റേറ്റിംഗ് ആണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ പരമാവധി ആളുകൾ വെച്ച് അവർ മുതലെടുക്കും. അതുകൊണ്ട് തന്നെയായിരിക്കണം ബിഗ് ബോസ് തുടക്കത്തിൽ വാണിംഗ് കൊടുക്കാണ്ടിരുന്നത് എന്നാണ് ഗൈസ് എൻ്റെ ബലമായ സംശയം. ബിഗ് ബോസ് എന്ന ഷോയെ ആളുകൾ വെറുക്കാനും ബിഗ് ബോസ് എന്ന ഷോയിനെ കുറിച്ചിട്ട് വളരെ നെഗറ്റീവായിട്ടാണെങ്കിലും ആളുകൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ന്യൂസ് ചാനൽസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് വൻ റിവ്യൂ ആയിരിക്കും, വൻ വ്യൂസ് ആയിരിക്കും, റേറ്റിംഗ് ഭീകരമായിരിക്കും. ഇന്ന് തന്നെ എത്ര പേര് എപ്പിസോഡ് കാണും? ഇന്നലെ എത്ര പേര് എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കും? സാധാരണ കാണുന്നതിൻ്റെ എത്ര ഇരട്ടി ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും? ഇന്നും എത്ര പേര് കാണും? ഇതാണ് ബിഗ് ബോസിൻ്റെ വിജയം. അതിനുവേണ്ടി എന്ത് ചപ്പത്തരം, നാറിത്തരം, ഊളത്തരം, തന്തില്ലായ്മത്തരം ബിഗ് ബോസ് ചെയ്യും എന്നുള്ള ഒരു 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 പോയിൻ്റാണ് ഗൈസ് എനിക്കിവിടെ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ലൈവൊക്കെ കുറച്ച് നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടോക്സിസിറ്റിയാണ് കാരണത്. ഭയങ്കര അരക്ഷിതാവസ്ഥ. ഒരാളെ ആക്രമിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, തെറി വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ എന്തെങ്കിലും ആകുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഞാനൊരു HSP പേഴ്സണാണ്, ഹൈലി സെൻസിറ്റീവായ പേഴ്സണാണ്. അതിങ്ങനെ ചേഞ്ച് ആക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചോളം എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ഭയങ്കര അരക്ഷിതാവസ്ഥയാണ് ഗൈസ്. ഭയങ്കര പേടി തോന്നണം. അതുപോലെ ആ നെവിൻ അവിടെ നിൽക്കുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ, അതേപോലെ അവൻ്റെ ഒരു ഇമോഷണൽ സംഗതിയൊക്കെ അനുഭവിക്കണം ഗൈസ്. പെയിന്, അത് ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് കിട്ടും തോന്നുന്നു. ഇപ്പോൾ അനുമോള് അവിടെ ഇങ്ങനെ ഇപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്താണ് അവളങ്ങനെ റെസ്റ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പാവം, അത് അറിഞ്ഞപ്പോൾ പാവം തോന്നി. അനുമോളെ ഞാൻ കുറേ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. അനുമോള് അവൻ്റെ മേലിൽ വെള്ളം ഒഴിച്ചിട്ടല്ലേ അവ തിരിച്ച് ചെയ്ത് പറഞ്ഞിട്ട് അവൻ സ്പ്രിങ്കിൾ ചെയ്യല്ലേ ചെയ്ത്, ഇവളും സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ടല്ലോ അനീഷിൻ്റെ ദേഹത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ വാണിംഗ് കൊടുത്തില്ല? അപ്പോൾ ഇവിടെ ആളുകൾ ഇപ്പോൾ പീരിയഡ്സിൻ്റെ സമയത്ത് ഹോർമോണൽ ഇംബാലൻസും പലതും സംഭവിക്കില്ല. ഇമോഷണലി ഭയങ്കര അപ്പ് ആൻഡ് ഡൗൺ, റൈസ് ആൻഡ് ഫാളൊക്കെ ഉണ്ടാവില്ലേ? അതേപോലെ നെവിനും അനുഭവിക്കുന്ന ഒരു ഫെമിനിനായിട്ടുള്ളൊരു സംഗതി ഉണ്ടാവും. ഞാൻ പീരിയഡ്സിൻ്റെതായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ. നെവിൻ എന്ത് പീരിയഡ്സ്, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇമോഷണലി നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവുന്ന സമയത്ത് ചിലപ്പോൾ അഗ്രസീവ് ആവും ആളുകൾ. ഇതിനൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു തെറാപ്പി എന്തെങ്കിലും അർജൻറ്റായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റൂലേ? ഇപ്പോൾ അക്ബർ അന്ന് വയലൻസ് കുറച്ച് കാണിച്ച സമയത്ത് അക്ബറിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് എന്താണ് ഉമ്മച്ചീനോട് സംസാരിപ്പിച്ചു. അപ്പോൾ അവൻ കൂളായി, അവൻ പൊട്ടിക്കരഞ്ഞപ്പോൾ കൂളായി ഇല്ലേ? അവൻ മാറിയില്ലേ? അതേപോലെ തന്നെ ഇവന് ഏറ്റവും അടുത്ത് കമ്പനിക്കാർ പറയുമ്പോൾ സുഹൃത്തുക്കളാണ്, അല്ലാണ്ട് അമ്മയോടും പെങ്ങളോടൊന്നും അല്ലാന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫാമിലി വീക്ക് എപ്പിസോഡിൽ. അതിനിപ്പോൾ എന്താ പറയുക, ഫാമിലി വീക്കില്ലേ അതിൽ ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ്റെ സുഹൃത്തിനോടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത പോലെ ഈ മത്തായി ബിഗ് ബോസിന് അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഗൈസേ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ഭയങ്കര ടെറർ ഫീൽ തോന്നുന്നു ഗൈസേ. അതാണ് എൻ്റെ സംഭവം. എനിക്ക് ഭയങ്കര ഞെട്ടലും പാനിക് അറ്റാക്കൊക്കെ ഇത് കാണുമ്പോൾ. ഞാൻ മുമ്പൊക്കെ സിനിമ കാണുമ്പോൾ ഒരാൾ കത്തി എടുത്തിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്കിത് പേടിയാവും. പ്രേത സിനിമ കാണാൻ പേടിയാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ നെവിനൊക്കെ അവിടെ ഇങ്ങനെ കാട്ടിക്കൂട്ട് കാണുമ്പോൾ, ഷാനവാസ് ഇങ്ങനെ പൂടി എന്ന് പറയുന്നത് കാണുമ്പോൾ, നീ ആളാണെങ്കിൽ ചെയ്യുമെന്ന് അനുമാൾ ഒക്കെ ചോദിക്കുന്ന കാണുമ്പോൾ എനിക്ക് അക്ബറിൻ്റെ ആര്യൻ്റെയൊക്കെ ഇടപെടൽ കാണുമ്പോൾ പേടിയാവുന്നു കേസേ. സത്യം പറയില്ല, ബിഗ് ബോസ് ലൈവ് കാണാനുള്ള ധൈര്യമില്ല. പൊതുവേ അവിടെ അങ്ങോട്ട് ചീത്തവിളിയും തെറിവിളിയും കലവളന്ന് വർത്താനമാണ്. ഇത് ഭയങ്കര ടോക്സിക്കാണ്, ഒട്ടും പോസിറ്റീവായ ഹെൽത്തിയായ ഒരു സാധനമല്ല. അതുകൊണ്ടാണ് ബിഗ് ബോസിനെ ആളുകൾ പലരും വെറുക്കുന്നത്, ബിഗ് ബോസ് എന്ന ഷോനെ. റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള നാറിത്തരം